നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഏതായാലും ഇനി ഉപരാഷ്ട്രപതിയായി BJP-കാരൻ തന്നെ മതിയെന്ന് നരേന്ദ്രമോദി ഉറപ്പിച്ചു കഴിഞ്ഞു. BJP-കാരല്ലാത്ത ആരെങ്കിലും പിടിച്ചുകൊണ്ടുവന്ന് ഉപരാഷ്ട്രപതി കസേരയിൽ ഇരുത്തി വേണ്ടാത്ത പൊല്ലാപ്പുകളൊന്നും ഇനി ഉണ്ടാക്കണ്ട എന്നുള്ള നിലപാടിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും BJP-യും RSSുമെല്ലാം. അതിനി ശശി തരൂരായിക്കോട്ടെ, ആരിഫ് മുഹമ്മദ് ഖാൻ ആയിക്കോട്ടെ, നീതീഷ് കുമാർ ആയിക്കോട്ടെ, തങ്ങളുമായി എത്ര അടുപ്പമുള്ളവരായാൽ പോലും ഒരു കാരണവശാലും BJP-കാരൻ അല്ലാത്ത ഒരാളെ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കേണ്ട എന്നുള്ള ശക്തമായ നിലപാടിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ജഗ്ദീപ് ധൻഖർ ഉണ്ടാക്കിയ പൊല്ലാപ്പ് തലവേദന മോദിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ആദ്യകാലങ്ങളിലെല്ലാം ജഗദീപ് ധൻഖർ മോദി പറയുന്നതും BJP പറയുന്നതും കേട്ട് പ്രതിപക്ഷത്തിൻ്റെ മേൽ കുതിര കയറുമായിരുന്നു. എന്നാൽ പതിയെ പതിയെ അദ്ദേഹം അതിൽ നിന്നും മാറി ഒരു സർവസമ്മതനാകാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തെ നരേന്ദ്രമോദി മുളയിലേ നുള്ളി. അതാണ് യഥാർത്ഥത്തിൽ ജഗ്ദീപ് ധൻഖറിൻ്റെ രാജിയിലേക്ക് നയിച്ചതും. ഏതായാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, ഇനി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് BJP നേതൃത്വത്തിൽ യാതൊരു താല്പര്യവുമില്ല. കൃത്യമായി RSS പക്ഷപാതിത്വമുള്ള BJP പക്ഷപാതിത്വമുള്ള നേതാക്കൾ തന്നെയായിരിക്കും ഇനി ഉപരാഷ്ട്രപതി സ്ഥാനത്തും രാഷ്ട്രപതി സ്ഥാനത്തും ഉണ്ടാകാൻ പോവുക. മറ്റ് നേതാക്കളെയൊന്നും ഈ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് അടുപ്പിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് BJP-യും മോദിയും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതേതായാലും ഇനി BJP-യിലെ പ്രമുഖ നേതാക്കളിൽ പലർക്കും ഇപ്പോൾ ഉപരാഷ്ട്രപതിയോട് താല്പര്യമുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ JP നദ്ദ, BJP-യുടെ അഖിലേന്ത്യാ അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ തുടങ്ങിയവരെല്ലാം തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കണ്ണം നട്ടിരിക്കുകയാണ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഉപരാഷ്ട്രപതിയാകുമെന്നുള്ള സൂചന ഇപ്പോൾ ശക്തമാണ്. അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ പേരും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും BJP നേതൃത്വം മോദി വിദേശത്ത് നിന്ന് തിരിച്ചു വരുന്നതനുസരിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് അറിയുന്നത്. BJP-കാരനായ RSSകാരനായ അല്ലെങ്കിൽ BJP RSS പശ്ചാത്തലമുള്ള ഒരു നേതാവിനെ ഇത്തരം കസേരകളിൽ ഇരുത്തിയാൽ മാത്രമേ വളരെ സുഗമമായി BJP-ക്ക് അവരുടെ അജണ്ടകൾ ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിക്കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ എന്നും അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്നുമാണ് മോദിയും അമിത്ഷായും BJP നേതൃത്വവും കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു പാർട്ടികളിലെ നേതാക്കൾ പലരും വൈസ് പ്രസിഡന്റ് സ്ഥാനം, ഉപരാഷ്ട്രപതി സ്ഥാനം സ്വപ്നം കണ്ട് കുപ്പായമൊക്കെ തുന്നിവെപ്പിച്ചിട്ടുണ്ടെങ്കിലും BJP അല്ലാതെ മറ്റൊരാൾ അല്ലെങ്കിൽ BJP-കാരനല്ലാതെ മറ്റൊരാൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അമിത്ഷായും നരേന്ദ്രമോദിയും BJP നേതൃത്വവും എത്തിച്ചേർന്നെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ BJP-യിലുള്ള RSS നിയോഗിച്ച ഓർഗനൈസിംഗ് സെക്രട്ടറി BL സന്തോഷുമായുള്ള സംസാരത്തിലും അദ്ദേഹം RSSൻ്റെ മനോഭാവം ഇതുതന്നെയാണെന്ന് പങ്കുവയ്ക്കുകയും ചെയ്തു. അതോടുകൂടി ഇനി പക്ക BJP-കാരനെ, പക്ക RSSകാരനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു പാർട്ടി. മോദി വിദേശത്ത് നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ രാജ്നാഥ് സിംഗിനെയോ അതല്ലെങ്കിൽ JP നദ്ദയെയോ BJP-യുടെ സമന്വയ നേതാക്കൾ ആരെങ്കിലും ഒരാളെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.